ഇപ്പോൾ കേരള സർവകലാശാല താൽക്കാലിക വി സി സിസ തോമസ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞു. അപ്പം ആ വിഷയത്തിലോട്ട് നമ്മൾ അതൊരു സബ് ജുഡീസ് ഉള്ളത് കൊണ്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യേണ്ട, പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. അപ്പം സസ്പെൻഷൻ ചെയ്ത പ്രൊസീഡിങ്സും അതുപോലെ തന്നെ ബാക്കിയുള്ള വി സി കൊടുത്ത റിപ്പോർട്ടും ഇവയെല്ലാം തന്നെ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അവർക്ക് അതിൽ കൂടെ പോയിക്കൊണ്ട് അതിന്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവർ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് പ്രിപ്പയർ ചെയ്യും എന്നാണ് ധരിച്ചത്. അതായിരുന്നു അവരുടെ ആവശ്യവും. പക്ഷെ അവിടെ വെച്ച് അവരുടെ ആവശ്യം വേറെ രീതിയിൽ പോവുകയും ഡിസ്കഷനിലോട്ട് പോവുകയും അത് നമ്മുടെ കോടതിയുടെ പരിഗണനയിലായതുകൊണ്ട് അത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. വിഷയം മാറ്റി നമ്മുടെ അജണ്ട ഐറ്റത്തിലോട്ട് വരണമെന്ന് പറഞ്ഞിട്ട് അവരത് നിരസിക്കുകയാണ് ചെയ്തത്. അവർ അവസാനം അത് ഈ സസ്പെൻഷൻ റദ്ദാക്കണം എന്നുള്ള ഒരു രീതിയിലോട്ട് വന്നപ്പോൾ ഞാൻ മീറ്റിംഗ് ഡിസോൾവ് ചെയ്തിട്ട് പുറത്തു പോകും. അത് ഡിസോൾവ് ചെയ്ത് ചെയർ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് വാലിഡിറ്റി ഇല്ലെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. നിലവിൽ ഈ സസ്പെൻഷൻ റദ്ദാക്കിയ നടപടിയുടെ സ്റ്റേറ്റസ് എന്താണോ? സസ്പെൻഷന്റെ സ്റ്റേറ്റസ് എന്താണ്? റദ്ദാക്കപ്പെട്ടോ അതോ? റദ്ദാക്കപ്പെടാൻ ആ ഒരു വിഷയം ഇന്ന് വരുന്നേ ഇല്ല. അതുകൊണ്ട് ഒരു അജണ്ട പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് ഫൈനലൈസ് ചെയ്യാൻ പറയുമ്പോൾ വേറൊരു വിഷയം എടുത്ത് ഡിസ്കസ് ചെയ്യാൻ അത് ഒരിക്കലും ഒരു അപ്രൂവ്ഡ് അജണ്ട ഐറ്റം അല്ലാത്തത് കൊണ്ട് തന്നെ അത് അസാന്നിധ്യത്തിൽ ഈ നേരത്തെയുള്ള സസ്പെൻഷൻ റിവോക്ക് ചെയ്യാൻ കഴിയുമോ സിൻഡിക്കേറ്റിന്? കഴിയില്ല എന്നുള്ളതാണ് എന്റെ അറിവ്. അത് കാരണം ഈ സിൻഡിക്കേറ്റ് ഡിസോൾവ് ചെയ്തുകൊണ്ടാണ് അത് ഞാൻ പുറത്തോട്ട് വന്നത്. അജണ്ട ഐറ്റത്തിന്റെ ട്രൂ ഒരു വളരെ വയലേഷനാണ് അത് കാണിക്കുന്നത്. അജണ്ട പൂർത്തീകരിച്ചോ? ഇന്നത്തെ അജണ്ട പൂർത്തീകരിച്ചില്ല. അജണ്ട എന്ന് പറയുന്ന നാളത്തെ കൊടുക്കുന്ന സത്യവാങ്മൂലം സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് ഫൈനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിലോട്ട് ചർച്ച പോകാതിരിക്കാൻ വേറെ ചർച്ച മാറ്റിവിടുകയാണ് ചെയ്യുന്നത്. അത് കോടതി തന്നെ നിരീക്ഷിച്ച ഒരു കാര്യമാണ്. ഒരു വഴിക്കും യൂണിവേഴ്സിറ്റി വേറൊരു രീതിയിൽ നിൽക്കുന്നു എന്നുള്ളത്. അത് തീർച്ചയായിട്ടും അവിടെ ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി സി ആണ് സസ്പെൻഡ് ചെയ്തത്. ആ സസ്പെൻഷനെ സപ്പോർട്ട് ചെയ്യാനേ വി സിക്ക് പറ്റുള്ളൂ. സിൻഡിക്കേറ്റ് ഇപ്പോൾ എടുക്കുന്ന തീരുമാനത്തിന് വി സി എടുക്കുന്ന തീരുമാനവുമായിട്ട് യാതൊരു ബന്ധവും? സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് ചെയർ ചെയ്യുന്നത് വി സി ആണ്. ആ വി സി ഡിസോൾവ് ചെയ്തിട്ട് പോകുമ്പോൾ ഇപ്പം നടക്കുന്നത് നിങ്ങൾ പറയുന്ന സിൻഡിക്കേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു എന്താ പറയാ, അവര് ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവരൊരു കുശലം സംഭാഷണം നടത്തുന്നതായിട്ട് ഞാനത് അതിനെ പറ്റി ഒന്നും ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. അത് കോടതിയിലുള്ള വിഷയമാണ്. അത് ഡിസ്കസ് ചെയ്യാനേ അല്ല നമ്മൾ വന്നത്. അത് ടോട്ടൽ സബ്ജുഡീസ് ആണ്. അത് ചെയ്യാൻ പറ്റില്ല. ഹൈക്കോടതിയിൽ വിസിയുടെ സത്യവാങ്മൂലം പ്രത്യേകം കൊടുക്കും. അത് തീർച്ചയായിട്ടും റെസ്പോണ്ടൻസ് എന്ന് പറഞ്ഞ് പലരുണ്ട്. കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട് ഇവിടെ ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിൻഡിക്കേറ്റ് ആണ് നമ്മുടെ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ ഡിപ്ലോയ് ചെയ്യുന്നത്. ആ സ്റ്റാൻഡിംഗ് കൗൺസിൽ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ തീർച്ചയായിട്ടും വിസിയുടെ അസാന്നിധ്യത്തിൽ എടുക്കുന്ന ഒരു തീരുമാനവും ഇനി ഈ വാലിഡ് അല്ല. അത് ഓൾറെഡി സ്റ്റാൻഡിംഗ് കൗൺസിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് തന്നിട്ടുണ്ട്. അതാണ് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വേണോ എന്ന് ചോദിച്ചത്. അത് കൊടുക്കും. അത് സിൻഡിക്കേറ്റിന്റെ വഴി കൊടുക്കും. അതെ. ആകില്ല തീർച്ചയായിട്ടും. കാരണം സ്റ്റാൻഡിംഗ് കൗൺസിലിനെ ഡിപ്ലോയ് ചെയ്യുന്നത് സിൻഡിക്കേറ്റ് ആണ്. ഇനിയിപ്പം വി സി വേറൊരു സർവകലാശാലയുടെ തീരുമാനം എന്തായിരിക്കും? സർവകലാശാല എന്ന് പറയുമ്പോൾ വി സി ആണെന്ന് പറയും, സിൻഡിക്കേറ്റ് ആണെന്ന് പറയും. അവിടെ അറിയില്ല. ശരിയല്ലെങ്കിൽ തീർച്ചയായിട്ടും സിൻഡിക്കേറ്റ് ഇപ്പോ അവരൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു. ഭൂരിപക്ഷം വെച്ച് അവരൊരു തീരുമാനത്തിലേക്ക് എത്തി. അതാണ് അവർ കോടതിയിൽ അറിയിച്ചാൽ അതിന് നിയമപ്രകാരം ഉണ്ടോ? ഇനിയിപ്പോൾ അത് സിൻഡിക്കേറ്റ് അല്ലെന്നാണ് ഞാൻ പറയുന്നത്. കാരണം സിൻഡിക്കേറ്റ് നടത്താനുള്ള ശ്രമത്തിലായിരുന്നു. അത് ഡിസോൾവ് ചെയ്തിട്ട് ഇറങ്ങി നമ്മൾ വരികയാണ്. ആ ഒരു സാഹചര്യത്തിൽ അവര് ചില മെമ്പേഴ്സും ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇനിയും നടക്കുന്നത് സിൻഡിക്കേറ്റ് ആണെന്ന് നിങ്ങൾ പറയരുത്. അത് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് നിയമസാധുതയില്ല. സിസ തോമസ് നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. സർവകലാശാലയിൽ നാടകീയ രംഗങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. സസ്പെൻഷൻ യോഗത്തിൽ അറിയിച്ചു എന്നുള്ള കാര്യം സിസ തോമസ് പറയുന്നു. സസ്പെൻഷൻ റദ്ദാക്കിയ സിൻഡിക്കേറ്റിൻ്റെ നടപടി അത് നിലനിൽക്കുന്നതല്ല, അത് നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്നുള്ള കാര്യമാണ് സിസ തോമസ് ചൂണ്ടിക്കാട്ടുന്നത്. ഈ സസ്പെൻഷൻ റദ്ദാക്കണം എന്നുള്ളൊരാവശ്യം അവിടെ ഇടതംഗങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്നു.
പക്ഷേ സസ്പെൻഷൻ തുടരും എന്ന് തന്നെയാണ് താൽക്കാലിക VC അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ യോഗം പിരിച്ചുവിട്ട് കഴിഞ്ഞു. അതിനുശേഷം സിൻഡിക്കേറ്റ് സസ്പെൻഷൻ നടപടി റദ്ദാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് യാതൊരു തരത്തിലുള്ള വാലിഡിറ്റിയും ഇല്ല എന്നുള്ള കാര്യമാണ് VC ചൂണ്ടിക്കാട്ടുന്നത്. VCയുടേതായ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടപടികളുമായി മുന്നോട്ട് പോകുന്നു. സിൻഡിക്കേറ്റ് ഈ രജിസ്ട്രാറെ നിയമിച്ചത് സിൻഡിക്കേറ്റാണ്. സിൻഡിക്കേറ്റ് കൂടി ഈ സസ്പെൻഷൻ നടപടി പിൻവലിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സിൻഡിക്കേറ്റിലെ ഇടതംഗങ്ങളും അറിയിക്കുന്നുണ്ട്. എന്തായാലും വലിയ തർക്കങ്ങളിലേക്ക്, നാടകീയമായ സംഭവവികാസങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. വിഷയം കോടതിയുടെ പരിഗണനയിലാണുള്ളത്. കോടതി എന്താണ് ഇതിൽ തീരുമാനമെടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത്. ഇപ്പോൾ താൽക്കാലിക VC ഡോക്ടർ സിസ തോമസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്, ഈ യോഗം പിരിച്ചുവിട്ടതിന് ശേഷവും അവരവിടെ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് ഈ നിയമപരമായി നിലനിൽക്കുന്നതല്ല. ഇപ്പോൾ അതിനെ സിൻഡിക്കേറ്റ് എന്ന് വിളിക്കാൻ പോലും കഴിയില്ല. അവർ കുശലം പറയുകയാകും എന്നാണ് സിസ തോമസ് അതിനെ വിശേഷിപ്പിച്ചത്. VC എന്ന നിലയിൽ സ്വന്തം നിലയിൽ കോടതിയിൽ സത്യവാങ്മൂലം നൽകും. സസ്പെൻഷൻ റദ്ദാക്കിയ പ്രമേയം പാസ്സാക്കിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി സിസ തോമസ് വിശദീകരിക്കുന്നുണ്ട്. നേരത്തെ ഈ രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കുന്ന തീരുമാനമെടുത്തു സിൻഡിക്കേറ്റ് എന്ന തരത്തിൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് താൽക്കാലിക VC നിലപാട് വ്യക്തമാക്കിക്കൊണ്ടുള്ള പ്രതികരണം നടത്തിയത്.